ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ തന്നെ മടിക്കേണ്ട KTU വിദ്യാർത്ഥികളാണ് എങ്കിൽ, പരീക്ഷകൾക്ക് S1 പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണ് എങ്കിൽ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. തീർച്ചയായിട്ടും മെറ്റീരിയൽസും ബാക്കി കാര്യങ്ങളും ഒക്കെ അവിടെ അപ്ഡേറ്റ് ചെയ്യും. ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഗ്രൂപ്പ് PAക്കാർക്ക് വേണ്ടിയുള്ള മൊഡ്യൂൾ 3 പ്രധാനപ്പെട്ട ടോപ്പിക്സ് നോക്കാം. ഇതിനു മുമ്പ് മൊഡ്യൂൾ 1ഉം 2ഉം കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടിട്ട് വരിക. സോ ചെയിൻ റൂളാണ് പ്രധാനമായിട്ടും. അതും 3 വേരിയബിൾസ് X, Y, Z വരെ വരുന്ന ഫംഗ്ഷൻസിൻ്റെ അത് വെച്ച് ചെയിൻ റൂളാണ്. അത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻ ദ പ്ലെയിൻ. അപ്പോൾ എന്താണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്, അതെങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നോക്കിയാൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡയറക്ഷൻ ഡെറിവേറ്റീവ് പഠിക്കണം, ഗ്രേഡിയൻ്റ് എന്താണെന്ന് പഠിക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 4 മാർക്കിൻ്റെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസിന് ചിലപ്പോൾ ന്യൂമറിക്കൽസ് വരുന്നതിന് പകരം ഈ ഇൻ്റർപ്രിട്ടേഷൻ ചിലപ്പോൾ ചോദിച്ചെന്ന് വരാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ദെൻ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സിൻ്റെ പ്രോപ്പർട്ടികൾ പഠിക്കണം. അത് ഇക്വേഷൻ രൂപത്തിൽ നോട്ട്സിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും പഠിക്കണം. അപ്പോൾ ചെയിൻ റൂളിൻ്റെ ഇതിൽ വരുമ്പോൾ ഒന്ന് 3 വേരിയബിൾസ്, പിന്നെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് വരുമ്പോൾ അതെന്താണ് എന്നും ഗ്രേഡിയൻ്റ് എന്താണെന്നും അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നും. പക്ഷേ നിങ്ങളെ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു മൊഡ്യൂൾ 3 ടോപ്പിക് എന്ന് പറയുന്നത് എക്സ്ട്രീം വാല്യൂസ് ആണ്. ലോക്കൽ എക്സ്ട്രീം വാല്യൂസ്. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും മാക്സിമ ആൻഡ് മിനിമ അല്ലേ. അപ്പോൾ ലോക്കൽ മിനിമ ആൻഡ് ലോക്കൽ മാക്സിമ എങ്ങനെ 2 വേരിയബിൾസിൻ്റെ വരെ. അപ്പോൾ അതിൽ റിലേറ്റീവ് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ, റിലേറ്റീവ് മാക്സിമ ആൻഡ് റിലേറ്റീവ് മിനിമ അതുകൊണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലം 100% പാർട്ട് ബി എത്ര മാർക്കിനാണ് മക്കളെ? 9 മാർക്കിനുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും. അതായത് നിങ്ങളിനി ഒന്നും പഠിച്ചില്ല, ലോക്കൽ വാല്യൂസ് ഇതിൻ്റെ മെത്തേഡ്സും ഈ രീതിയിൽ മാത്രം പഠിച്ചാൽ ഇതിൽ നിന്ന് 9 മാർക്ക് പക്കയായിട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് മൊഡ്യൂൾ 3ൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ദെൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് തിയറം പഠിക്കണം. ക്രിട്ടിക്കൽ പോയിന്റ്, സാഡിൽ പോയിന്റ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസും അല്ലെങ്കിൽ കൺസ്ട്രെയിൻസും തരുന്നു. എന്നിട്ട് ഇതിൻ്റെ എക്സ്ട്രീം വാല്യൂസ് ലോക്കൽ മാക്സിമയും ലോക്കൽ മിനിമയും കണ്ടുപിടിക്കുകയും അതോടൊപ്പം ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് അതിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റോ അല്ലെങ്കിൽ സാഡിൽ പോയിന്റോ കണ്ടുപിടിക്കാനായിരിക്കും ചോദ്യം. ഓക്കെ, അപ്പോൾ അത് തന്നെ സാഡിൽ പോയിന്റും ക്രിട്ടിക്കൽ പോയിന്റും ചേർന്ന് വരുന്നത് ഇവിടെയായിരിക്കും. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരിക്കും. മോഡൽ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഇവിടെ നോക്കിയാൽ അത് കഴിഞ്ഞിട്ട് ആബ്സല്യൂട്ട് മാക്സിമം ആൻഡ് ആബ്സല്യൂട്ട് മിനിമം ഓൺ ക്ലോസ്ഡ് റീജിയൻ ഉണ്ട്. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് തന്നെയാണ് പല കണ്ടീഷൻ. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ചിട്ടുണ്ട്, ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ് നോർമലി റിലേറ്റീവ് തിയറം വെച്ച് കണ്ടുപിടിക്കാൻ, റിലേറ്റീവ് എക്സ്ട്രീംസ് വെച്ച് കണ്ടുപിടിക്കാനുണ്ട്. ദെൻ ആബ്സല്യൂട്ട് മാക്സിമം ആൻഡ് മിനിമം കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് ഒന്ന് നോക്കിയാൽ ക്വസ്റ്റ്യൻസ് ആദ്യം 3 മാർക്കിൻ്റെ ചില ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഡയറക്റ്റ് ഒരു ചോദ്യമാണ്. 2 വേരിയബിൾസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. അത് ഈ വെക്ടറിൻ്റെ ഡയറക്ഷനിലേക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. വെറും ഡെറിവേറ്റീവ് അല്ല, ഒരു വെക്ടർ കൂടി തന്നതുകൊണ്ടാണ് ഇവിടെ ഡയറക്ഷണൽ ആയത്. വെക്ടറിന് എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട് അല്ലേ. സോ ദെൻ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ്. ഇവിടെയും ഒരു സെക്കൻഡ് വേരിയബിൾ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡയറക്റ്റ് ലോക്കൽ എക്സ്ട്രീം വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റാണ്. ഇനി ഇവിടെ നോക്കിയാൽ നെക്സ്റ്റ് പ്രധാനമായിട്ടും dw/dr ഡെൽറ്റ എന്ന് പറയാം. അത് ഇതുമായിട്ട് എക്സ്പ്രസ് ചെയ്യാനാണ്. അത് ഏത് പോർഷനിൽ വരുന്നതാണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് തിയറത്തിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഇൻ കേസ് നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ മൊഡ്യൂളിൽ നിന്ന് മാർക്ക് മേടിക്കാം. കാരണം ഇവിടെ ഒന്ന് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് പഠിക്കണം എന്നുള്ളതാണ്. 2 എന്താണ്? ഈ ലോക്കൽ എക്സ്ട്രീം ലോക്കൽ മിനിമ വാല്യൂസ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് ആൻഡ് സാഡിൽ പോയിന്റ് കണ്ടുപിടിക്കാനാണ്. ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആ മെത്തേഡ് ഉപയോഗിച്ച് ലോക്കൽ എക്സ്ട്രീം വാല്യൂസും സാഡിൽ പോയിന്റ് കണ്ടുപിടിക്കാൻ. ഇതല്ല എങ്കിൽ ഇതേ രീതിയിൽ ആബ്സല്യൂട്ട് മിനിമയും ആബ്സല്യൂട്ട് മാക്സിമയും കണ്ടുപിടിക്കാനായിരിക്കും ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ തന്നിട്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ടോപ്പിക്സും ഈ ക്വസ്റ്റ്യനും തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്ത് കാണുക, അതിനനുസരിച്ച് പഠിക്കുക. നമ്മുടെ നോട്ട്സ് മേടിച്ചവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് മനസ്സിലാകും. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ടൊക്കെ ചേർത്തുള്ള ലൈവുകൾ നമ്മൾ നാളെയും മറ്റന്നാളും ചെയ്യും. സോ സ്റ്റേ ട്യൂൺ ഗൈസ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ്.